ഹലോ, അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒരു വണ്ടി എടുത്ത് ഞങ്ങൾ വിചാരിച്ചു റോഡ് ട്രിപ്പിന് ഇറങ്ങാമെന്ന്. ഓഫ് റോഡ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയത് എവിടേക്കാണ്? നമ്മുടെ വെട്ടുകടവ് പാലത്തിൻ്റെ അവിടേക്ക്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ദൈവമേ ഡ്രൈവർ ഞങ്ങൾ ചതിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന രണ്ട് ക്യാമറകൾ തമ്മിൽ കൂട്ടിമുട്ടിയതാണെങ്കിലും പിന്നീട് ഡ്രൈവർ ഞങ്ങൾ അങ്ങോട്ട് പറക്കം വഹിപ്പിച്ചു. അങ്ങനെ ടോണിക്കോ ചായ വന്നത് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായില്ല. അപ്പോൾ അവിടെ പോയിട്ട് ടോണിക്കോ പോയി കുറച്ച് ഡിഷ് ട്രൈ ചെയ്തു. കഴിച്ചിട്ട് ഈ പറഞ്ഞ സാധനത്തിന് ഉപ്പ് കൂടി പോയിരുന്നെങ്കിലും അവിടുത്തെ ചായ പിന്നെ കോഫീനെ കുറിച്ച് പറയണ്ട, അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ബർഗറിന്റെ റിവ്യൂ വയ്ക്കാം. പറയൂ. കഴിക്കാണ്ടോ? ഞാൻ കഴിക്കാണ്ട് വൻ ബർഗറിന്റെ റിവ്യൂ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നീട് വൻ പറഞ്ഞത് ഇവൻ ഓൾറെഡി ഇത് മുന്നേ കഴിച്ചിട്ടുണ്ടെന്ന്. അവിടെ നിന്ന് പിന്നെ അന്തം കുന്തില്ലാണ്ട് എവിടേക്കൊക്കെയോ വിട്ടു. ഫോറസ്റ്റുകളുടെ ഇടയ്ക്കോടെ പോയിട്ട് കുറച്ച് മൃഗങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു നായക്കുഞ്ഞിനെ പോലും ഞാൻ അവിടെ കണ്ടില്ല. എന്താണെന്നറിയില്ല, ഭയങ്കര ഭാഗ്യം ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ നേരെ കയറിപ്പോയതോ നമ്മുടെ മലയാറ്റൂരിയെ വണ്ടി കൊണ്ട് കയറുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു 14 സ്ഥലം വരെ ആ വണ്ടിയിൽ അങ്ങോട്ട് പോകുന്നു. ആ മധുരമായിട്ട് ഇടിച്ച് കയറ്റിയിരുന്നത്. അച്ചാച്ചൻ സ്നേഹമുള്ള ഒരു ഭർത്താവായതുകൊണ്ട് ആൻറ്റിനെ വിളിച്ചെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ വരെ എത്തിയിട്ട് തോമസ് ലീനെ കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. പിന്നെ ആ പുള്ളിക്കാരനോടും കണ്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു മല കയറാണ്ട് അങ്ങോട്ട് പോകുന്നു. എപ്പോൾ മലയാറ്റൂർ പോയാലും ഈ കടയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളത് നിർബന്ധം. ഇനി വണ്ടിയുടെ മുകളിലേക്ക് കുറച്ച് പടങ്ങി കയറ്റാവാന്ന് വിചാരിച്ചു. വേറൊന്നിനല്ല, ഫോട്ടോ എടുക്കാനായിട്ട്. എന്തായാലും ഇത്രയൊക്കെ വന്നതല്ലേ, ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള തന്ത്രപ്പാടാവാം. ആദ്യം കയറിയതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാലും ഇവള് കയറിയത് അറിഞ്ഞ പോലും ഇല്ല. പെട്ടെന്നായിരുന്നു കയറ്റം. പിന്നെ 1 2 3 4 5 പേര് ഒന്നിച്ചുള്ളൊരു ഫോട്ടോ. വല്ലപ്പോഴൊക്കെയാണ് ഞങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മനസ്സാണ്. അങ്ങനെ അവസാനം അവിടുന്ന് പോയപ്പോൾ കുറച്ച് മൃഗങ്ങൾ കണ്ടു. പിന്നെ അവിടെ നേരെ അലിബാബയും 41 ഡിഷസിലും പോയി. അവിടുത്തെ ഫുഡ് അത് അടിപൊളിയായിരുന്നു. ഫുഡ് മാത്രം പറഞ്ഞപ്പോഴല്ലോ, അവിടുത്തെ മൊത്തത്തിലുള്ള ഇന്റീരിയർ വർക്കും ഫുഡ് പ്രസന്റേഷനും ഒക്കെ അടിപൊളിയായിരുന്നു. ഈ ഫയർ എന്തിനാ അവർ കൊണ്ടുവച്ചത് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. പിന്നെ മിറർ എവിടെ കണ്ടാലും വെറുതെ വിടുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അവിടുത്തെ സ്റ്റെയറിന്റെ ഇടയിൽ അവർ ഒരു മുയലിനും കാടൊക്കെ സെറ്റ് ചെയ്താണ്. ഫുഡ് കഴിച്ചതിന്റെ പ്രാന്തിലാണോ എന്നറിയില്ല. എല്ലാവർക്കും മൊത്തത്തിൽ പിന്നീട് അങ്ങോട്ട് വട്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി എന്തൊക്കെയോ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവസാനം ഇവളുടെ വക ഒരു ഗാനമേള ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ച ഫുഡിനില്ല ഇവളും കഴിച്ചതെന്ന്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായെങ്കിലും പിന്നെ മനസ്സിലായി വയറ് നിറഞ്ഞതിൻ്റെ പ്രാന്താന്ന്. പിന്നെ ട്രിപ്പ് അവസാനിക്കാറായില്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണല്ലോ. അതോടുകൂടി കറക്കം നിർത്തി വീട്ടിലെത്തുള്ളൂ.